ഹായ്, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾജിബ്രായിക് ഇൻറ്റിജേഴ്സ് ആണ്. ഓൾജിബ്രായിക് ഇൻറ്റിജേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നുള്ള ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവിടെ ഓൾജിബ്രായിക് ഇൻറ്റിജേഴ്സിനകത്ത് നമ്മൾ ഒരു ഓൾജിബ്രായിക് നമ്പറിനെ എപ്പോഴെങ്കിലും നമുക്കൊരു ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലൊക്കെ ഓൾജിബ്രായിക് ഇൻറ്റിജേഴ്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് തിയറം, if alpha is an algebraic number, then there is a rational integer. What do you mean by rational integer? Rational integers are just integers. Integers തന്നെയാണ് rational integers എന്ന് പറയുന്നത്. Rational integer b such that b alpha is an algebraic integer. എന്ന് പറഞ്ഞാൽ എനിക്കൊരു algebraic number ഉണ്ടെങ്കിൽ അതിനെ ഒരു algebraic integer കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു algebraic നമ്പറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് റാഷണൽ ഇൻറ്റിജേഴ്സ്, ഓൾജിബ്രായിക് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റിജേഴ്സ് മാത്രമല്ല. ഐ എന്ന് പറയുന്ന ഒരു ഓൾജിബ്രായിക് ഇൻറ്റിജറാണ്. കാര്യം എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന്റെ റൂട്ട് ആണ് എന്തെന്ന് പറയുന്ന ഐ എന്ന് പറയുന്നത്. സോ ഐ എന്ന് പറയുന്ന ഒരു ഓൾജിബ്രായിക് ഇൻറ്റിജർ ആണ്. ഓക്കെ, അപ്പം ഞാൻ ആൽഫ എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രായിക് ഇൻറ്റിജർ ആയതുകൊണ്ട് we can find an f of x in qx such that f of alpha equal to 0. f of alpha 0 ആകത്തക്കവണ്ണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ എഫിന്റെ പ്രത്യേകത എഫ് മോണിക് ആകണമെന്നോ അങ്ങനെയൊന്നും ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എഫിന്റെ കോഎഫിഷ്യന്റ് എല്ലാം ഇന്റിജേഴ്സ് ആവത്തക്കോണം പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ 2/3x പ്ലസ് 1/5x എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ ഉണ്ട്. ഇതിന് റാഷണൽ, അതായത് ഇപ്പോൾ റാഷണൽ കോഎഫിഷ്യൻസ് ആണ്. 15 കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 15 കൊണ്ട് 15 ഇൻറ്റു 2/3x പ്ലസ് 15 ഇൻറ്റു 1/5x എന്ന് പറയുമ്പോഴത്തേക്ക് 10x പ്ലസ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് 3x. സോ ഇങ്ങനെ ഇന്റീജർ കോഎഫിഷ്യന്റിലേക്ക് നമുക്ക് ഏതൊരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ അതിന്റെ റാഷണൽ കോഎഫിഷ്യന്റ് ആണെങ്കിൽ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്റീജർ. അപ്പൊ ഞാൻ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി assume that f of x has integer coefficients. ഈ ഇന്റീജർ കോഎഫിഷ്യൻസിനെ റാഷണൽ ഇന്റീജർ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന് ഒരു ഇന്റീജർ കോഎഫിഷ്യൻസ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സിനെ എനിക്ക് വേണമെങ്കിൽ സം ബി ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് സം b1 a1 into x raised to n minus 1 plus a2 into x raised to n minus 2 plus etc plus an എന്ന് പറയുന്ന ഫോമിൽ. ദാറ്റ് ഈസ് p into x raised to n plus sigma j is equal to 1 to n aj into x raised to n minus j, aj into x raised to n minus j എന്ന ഫോമിൽ എനിക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഇതാണ് എൻ്റെ എഫ് ഓഫ് എക്സ്. ഇവിടെ ബി എന്ന് പറയുന്ന ഒരു ഇന്റീജർ ആണ്. ആ ഇന്റീജർ ഈ അല്ലെ ബി ആൻഡ് എ ജെ എസ് ആർ റാഷണൽ ഇന്റീജേഴ്സ്. അത് ഇന്റീജേഴ്സ് ആണ്. സോ അതിനെ റാഷണൽ ഇന്റീജേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇനി ഞാൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ കൺസ്ട്രക്ട്. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ബി റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ ബി എന്ന് പറയുന്ന പോളിനോമിയൽ. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു b into x raised to n by b raised to n plus sigma j is equal to 1 to n aj into x raised to n minus j divided by b raised to n minus j. സോ ഇതിനെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുകയാണെങ്കിൽ x raised to n plus sigma j is equal to 1 to n aj into x raised to n minus j. ഇനി ബിയുടെ പവർ എടുക്കുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ബി റേസ് ടു അല്ലെ ഡിവൈഡ് ബൈ ബി റേസ് ടു എൻ മൈനസ് ജെ എന്നാണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി റേസ് ടു എൻ മൈനസ് 1 മൈനസ് എൻ ഇവിടെ ഒരു ബി റേസ് ടു എൻ മൈനസ് ജെ ആണ്. എൻ മൈനസ് ജെ ഇത് നമ്മൾ അകത്തോട്ട് ചേർക്കുമ്പോൾ എൻ മൈനസ് 1 അവിടെ വരും. അപ്പോൾ ഇവിടെ ഓൾറെഡി
അവിടെ ഒരു ബി റേസ് ടു എൻ മൈനസ് വൺ ഉണ്ട്, മൈനസ് എൻ മൈനസ് ജെ, അപ്പോൾ മൈനസ് എൻ പ്ലസ് ജെ ആയിട്ട് വരും. സോ ബി റേസ് ടു ജെ മൈനസ് വൺ എന്നാണ്. സോ ബി റേസ് ടു ജെ മൈനസ് വൺ, ഇതായിരിക്കും പോളിനോമിയൽ. ഈ ജി ഓഫ് എക്സിന്റെ പ്രത്യേകത, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മോണിക് ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മോണിക് ആണ്. കോഎഫിഷ്യൻസ് എന്താ, എ ജെയും ബി ജെയും ഒക്കെ പ്രത്യേകത എന്താ, അത് ഓൾജിബ്രായിക് ഇന്റീജേഴ്സ് ആണ്. അപ്പോൾ ജി ഓഫ് എക്സിന്റെ പ്രത്യേകത എന്താ, ജി ഓഫ് എക്സ് പ്രത്യേകത മോണിക് ആണ്. അത് കൂടാതെ അതിന്റെ പ്രത്യേകത കോഎഫിഷ്യൻസ് ആർ റാഷണൽ ഇന്റീജേഴ്സ്. റാഷണൽ ഇന്റീജേഴ്സ് ആണ് കോഎഫിഷ്യൻസ്. ബി ജി ഓഫ് ബി ആൽഫ എന്താന്ന് നോക്കാം. ജി ഓഫ് ഇതെന്ന് പറയുന്നത് ബി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ ബി ആയിരുന്നു. അപ്പോൾ ബി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് ബി ആൽഫ ബൈ ബി എന്ന് പറഞ്ഞാൽ ബി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് ആൽഫ. വട്ട് ഈസ് എഫ് ഓഫ് ആൽഫ? എഫ് എന്ന് പറയുന്ന മിനിമൽ പോളിനോമിയൽ. സോ എഫ് ഓഫ് ആൽഫ 0 ആണ്. സോ ഇതാണ്. സോ ബി ആൽഫ എന്ന് പറയുന്നത് എന്തായി, ഈസ് എ റൂട്ട് ഓഫ് എ മോണിക് polynomial in Zx. So that means B alpha is an algebraic integer. B alpha എന്തായിട്ട് മാറി, ഒരു algebraic integer ആയിട്ട് മാറി. അപ്പോൾ എനിക്കൊരു algebraic നമ്പർ ഉണ്ടെങ്കിൽ അതിനെ ഒരു algebraic integer കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഗെയിൻ അതൊരു algebraic integerലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൾജിബ്രായിക് ഇന്റിജേഴ്സിന്റെ, ഇപ്പോൾ ഓൾജിബ്രായിക് നമ്പേഴ്സിന്റെ കളക്ഷൻ നമ്മൾ അതിനെ ഫീൽഡ് കൊണ്ടെത്തിച്ചു. ഓൾജിബ്രായിക് ഇന്റിജേഴ്സിന്റെ കളക്ഷൻ അത് എന്താകുമോ, ഫീൽഡ് ആകുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൽഫ ബീറ്റ ഓൾജിബ്രായിക് ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഓൾജിബ്രായിക് ആണ്, മൈനസ് ബീറ്റ ഓൾജിബ്രായിക് ആണ്, ആൽഫ ബീറ്റ ഇതെല്ലാം ഓൾജിബ്രായിക് ഇന്റിജേഴ്സ് ആണ്. പക്ഷെ നമ്മൾ ഓൾറെഡി ഒരു തിയറത്തിൽ പ്രൂവ് ചെയ്തു, ആൽഫ ഉണ്ട്, ആൽഫ 1 ആൽഫ എന്തിൽ വരത്തില്ല, ഓൾജിബ്രായിക് ഇന്റിജർ ആകണമെന്ന് നിർബന്ധമില്ല. 1 ആൽഫ ഓൾജിബ്രായിക് ഇന്റിജേഴ്സ് ആവത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റത്തില്ല, അതിനകത്ത് ഇൻവേഴ്സ് വരുന്നില്ല. സോ സെറ്റ് ഓഫ് ഓൾ ഓൾജിബ്രായിക് ഇന്റിജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ഓഫ് ഓൾജിബ്രായിക് നമ്പർ ഫീൽഡ്, അതായത് ഓൾജിബ്രായിക് നമ്പർ ഫീൽഡ് നമ്മൾ ആ മുന്നേ പറഞ്ഞ ഓൾജിബ്രായിക് നമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന ഫീൽഡിനകത്തുള്ള സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് എടുക്കുക. സോ ആ ഇന്റിജേഴ്സിന് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, രണ്ട് ഇന്റിജർ എടുത്ത്, ഈ രണ്ട് ഓൾജിബ്രായിക് നമ്പേഴ്സ് ഓൾജിബ്രായിക് ആൽഫായി ബീറ്റായി ഓൾജിബ്രായിക് ഇന്റിജേഴ്സ് ആണ്. എവിടുത്തെ ഇന്റിജേഴ്സ് ആണ്, ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഓൾജിബ്രായിക് നമ്പേഴ്സ് എടുത്ത് സെറ്റ് ഓഫ് ഓൾ ഓൾജിബ്രായിക് നമ്പർ ഫീൽഡ്, അതിനകത്ത് വരുന്ന ഓൾജിബ്രായിക് ഇന്റിജേഴ്സ് എടുത്തു. സോ ഇതിനകത്ത് ആൽഫയും ബീറ്റ എടുത്തു കഴിഞ്ഞാൽ ആൽഫ ബീറ്റ ഓൾജിബ്രായിക് ഇന്റിജർ ആണ്, ആൽഫ പ്ലസ് ഓൾജിബ്രായിക് ഇന്റിജർ. അപ്പൊ ഇതിനകത്തുള്ള ഓൾജിബ്രായിക് ഇതിൽ തന്നെ കിട്ടും. അപ്പൊ ഇതിൽ തന്നെ ആയിരിക്കും എന്ത് വരുന്നത്, ആൽഫ പ്ലസ് ബീറ്റ ഇതിൽ തന്നെ വരും, ആൽഫ ബീറ്റ വരും, ആൽഫ മൈനസ് ബീറ്റ വരും. പക്ഷെ 1 ആൽഫ എന്താവണമെന്നില്ല, ഓൾജിബ്രായിക് ഇന്റിജർ ആവണമെന്നില്ല. അപ്പോൾ ഓൾജിബ്രായിക് നമ്പേഴ്സിനകത്ത് വരുന്ന ഓൾജിബ്രായിക് ഇന്റിജേഴ്സിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫീൽഡ് ആവത്തില്ല, പക്ഷെ അത് എന്താകും, റിംഗ് ആവും. അതാണ് നമ്മുടെ അടുത്ത റിസൾട്ട്. The integers of any algebraic number field forms a ring. The integers of any algebraic number field forms a ring. എന്താ, algebraic number field എടുക്കുന്നു, ആ algebraic number fieldനകത്തുള്ള algebraic integersന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ that forms a field. Sorry, that forms a ring. അതൊരു റിംഗ് ഫോം ചെയ്യും. അപ്പൊ നോർമലി ഈ ഓൾജിബ്രായിക് നമ്പർ ഫീൽഡ് എടുക്കുന്നു, ആ ഓൾജിബ്രായിക് നമ്പർ ഫീൽഡിനകത്ത് ആൽഫ എന്ന് പറയുന്ന നോൺ സീറോ ഒരു നമ്പർ എടുക്കുകയാണെന്ന് കരുതുക. അപ്പൊ ബീറ്റ എന്ന് പറഞ്ഞ വേറൊരു നമ്പർ എടുക്കുക. അപ്പം ഈ ബീറ്റ എന്ന് പറയുന്ന സം ആൽഫ ഇൻറ്റു ഗാമ ഫോമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ആൽഫ ഡിവൈഡ്സ് ബീറ്റ, ആൽഫ ഡിവൈഡ്സ് ബീറ്റ എന്ന് നമ്മുടെ നമ്പർ തിയറിയുടെ സെയിം നൊട്ടേഷൻ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽഫ ഡിവൈഡ്സ് ബീറ്റ എന്ന് പറയും. ഇനി 1ന്റെ ഡിവൈസേഴ്സിനെ വിളിക്കുന്ന പേരാണ്, ഡിവൈസേഴ്സ് ഓഫ് 1 ഈസ് കോൾഡ് യൂണിറ്റ്. ഡിവൈസേഴ്സ് ഓഫ് 1 ഈസ് കോൾഡ് യൂണിറ്റ്സ് ഓഫ് എഫ്. ഇനി അസോസിയേറ്റ്സ് എന്ന് പറയണമെങ്കിൽ ആൽഫ ബൈ ബീറ്റ എന്ന് പറയുന്ന യൂണിറ്റ് ആയിരിക്കും. ആൽഫ ബൈ ബീറ്റ എന്ന് പറയുന്ന യൂണിറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അസോസിയേറ്റ്സ്.
അപ്പോൾ algebraic number field f ആണ്. An integer alpha not equal to 0 is said to be a divisor of beta. ഒരു integer algebraic integer എന്നാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന അപ്പം നമുക്ക് അടുത്തൊരു ഇതാണ് എപ്പോഴും എന്താണ് യൂണിറ്റ് ആയിട്ട് വരിക എന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് എപ്സിലോൺ 1 എന്ന് പറയുന്നത് യൂണിറ്റ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? എപ്സിലോൺ 1 ഇൻറ്റു എപ്സിലോൺ 2 എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? 1 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് യൂണിറ്റ് ആണ്, ഓൾജിബ്രായിക് ഇൻറ്റിജർ ആയതുകൊണ്ട് ഇത് യൂണിറ്റും ആണ്, ഓൾജിബ്രായിക് ഇൻറ്റിജറുമാണ്. അതുകൊണ്ട് ഇതും എന്താണ്? യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ എപ്സിലോൺ 1 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് വേറൊരു യൂണിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എപ്സിലോൺ 2 അതായിരിക്കും എന്തായിട്ട് വരിക? ഇൻവേഴ്സ്. അപ്പോൾ യൂണിറ്റിന്റെ ഇൻവേഴ്സ് എന്തായിട്ട് വരും? യൂണിറ്റ് ആയിട്ട് വരും. ഇനി അടുത്തൊരു കാര്യം, ഇത് ഓൾജിബ്രായിക് ഇൻറ്റിജർ ആണെങ്കിൽ ഇത് ഓൾജിബ്രായിക് ഇൻറ്റിജർ അല്ലേ? ഇത് ഓൾജിബ്രായിക് ഇൻറ്റിജർ ആണെങ്കിൽ എനിക്ക് 1 എപ്സിലോൺ 2 എന്ന് പറയുന്നത് എവിടെയുള്ള ആ ഓൾജിബ്രായിക് നമ്പർ ആണ്, അത് ഇതിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാം? ഇൻവേഴ്സ് ഓഫ് എപ്സിലോൺ 1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്സിലോൺ 2വിനെ നമുക്ക് എന്ത് പറയാം? 1 എപ്സിലോൺ 1. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് എപ്സിലോൺ 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? അല്ലെ ഇൻവേഴ്സ് ഓഫ് എപ്സിലോൺ 1 എപ്സിലോൺ റെസിപ്രോക്കൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇൻവേഴ്സ് ആയിട്ട് വരിക. മൾട്ടിപ്ലിക്കേഷൻ അല്ലെ യൂണിറ്റ്സ് എടുക്കുമ്പോൾ അതിന്റെ ഒരു യൂണിറ്റിന്റെ ഇൻവേഴ്സ് എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു യൂണിറ്റ് ആയിരിക്കും, അതെന്തായിരിക്കും? ആ യൂണിറ്റിന്റെ തന്നെ റെസിപ്രോക്കൽ. അപ്പൊ ഞാൻ 2 യൂണിറ്റ്സ് എടുത്തു, എപ്സിലോൺ 1 അതുപോലെ എപ്സിലോൺ 3 എന്ന് പറയുന്ന 2 യൂണിറ്റ്സ് എടുത്തു. ഇവയുടെ പ്രോഡക്റ്റ് അഗെയിൻ ഒരു യൂണിറ്റ് ആയിരിക്കും. ഇത് യൂണിറ്റ് ആണെങ്കിൽ എപ്സിലോൺ 1 ഇൻറ്റു എപ്സിലോൺ 2 ഈക്വൽ ടു 1. എപ്സിലോൺ 3 യൂണിറ്റ് ആണെങ്കിൽ എപ്സിലോൺ 3 ഇൻറ്റു എപ്സിലോൺ 4 ഈക്വൽ ടു 1. അപ്പോൾ എപ്സിലോൺ 1 ഇൻറ്റു എപ്സിലോൺ 3 ഇൻറ്റു എപ്സിലോൺ 2 ഇൻറ്റു എപ്സിലോൺ 4 ഞാൻ കൺസ്ട്രക്ട് ചെയ്താൽ എന്ത് കിട്ടും? അത് 1 കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് 2 യൂണിറ്റ്സ് ഈസ് അഗെയിൻ എ യൂണിറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് എടുക്കുകയാണെങ്കിൽ under multiplication that forms a group. അതാണ് അടുത്ത ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അടുത്ത റിസൾട്ട് ആണ് എന്താ? സെറ്റ് ഓഫ് ഓൾ എന്താ യൂണിറ്റ്സ് forms a group under multiplication. Set of all units forms a group under multiplication and the unit ഒരു യൂണിറ്റിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അത് അഗെയിൻ ഒരു യൂണിറ്റ് ആയിരിക്കും. അത് തന്നെ ആയിരിക്കും അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇതുപോലെ അസോസിയേറ്റ്സിന്റെ കേസിൽ നമുക്ക് ആൽഫയും ബീറ്റയും അസോസിയേറ്റ് ആണെങ്കിൽ ബീറ്റയും ആൽഫയും എന്താണെന്ന് പറയാൻ പറ്റും? അസോസിയേറ്റ്സ് ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സിമെട്രിക് പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.